ലോകത്ത് 3 തരം സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻറ്റ് ദിവസവും 6 മണിക്കൂർ പഠിക്കും, റൂമിന് പുറത്തിറങ്ങാറില്ല, എപ്പോഴും ബുക്ക് വായിച്ചിരിക്കും, വായിച്ചു തീർത്ത പോർഷൻസ് വീണ്ടും വീണ്ടും വായിച്ച് റിവൈസ് ചെയ്യും, ടെക്സ്റ്റ് ബുക്ക് നിറച്ച് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കും, എക്സാമിന് തൊട്ട് മുന്നേ വരെ ടെൻഷൻ അടിച്ച് പഠിക്കും. സ്റ്റുഡൻറ്റ് ബി കാമായിട്ടിരിക്കും, അവന് 2 hours ഫോക്കസ്ഡ് സ്റ്റഡി സെഷൻസ് ഉണ്ടാവും ആൻഡ് അവൻ റിവിഷൻ ആയിരിക്കില്ല, റിവ്യൂ ആയിരിക്കും ചെയ്യുന്നത്. ആൾസോ ടെക്സ്റ്റ് ബുക്ക് ഹൈലൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ ഒന്നും അവൻ മെനക്കെടാറില്ല, എക്സാം വളരെ കൂളായിട്ട് എഴുതും. സ്റ്റുഡൻറ്റ് സി പഠിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അവൻ എപ്പോഴും അവന് ഇഷ്ടമുള്ള ഒരു ലോകത്തായിരിക്കും, ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങുക, ലൈഫ് അടിച്ചു പൊളിക്കുക എന്നായിരിക്കും അവൻ്റെ ലൈഫിൻ്റെ മെയിൻ അജണ്ട. എക്സാമിൽ ഇവർക്ക് ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്? സ്റ്റുഡൻറ്റ് ബി. ഈ വീഡിയോയിൽ സ്റ്റുഡൻറ്റ് ബിയെ പോലെ വളരെ കുറച്ച് സമയം മാത്രം പഠിച്ചിട്ട് കൂടുതൽ ഗ്രേഡ്സ് എങ്ങനെ നേടാം എന്ന് ഞാൻ പറയാം. ആൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന്. സ്റ്റുഡൻറ്റ് എയെ പോലെ എപ്പോഴിരുന്ന് പഠിച്ചിട്ടും വലിയ മാർക്കൊന്നും നേടാതെ എന്നാൽ കുറച്ച് ലൈഫ് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് സിയെ പോലെ ലൈഫ് അടിച്ചു പൊളിക്കാനായി ഇറങ്ങി തിരിച്ചു. പിന്നീട് സ്റ്റുഡൻറ്റ് ബിയെ പോലെ പഠിക്കുന്ന എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങിയ ടൈമാണ് ഞാൻ ഈ ടിപ്സ് പഠിച്ചത്. ആൻഡ് അതിൻ്റെ ലൈഫ് മൊത്തത്തിൽ തന്നെ മാറ്റിമറിച്ചു. അവനോടൊപ്പം ഫുൾ ടൈം വർക്കിനോടൊപ്പം പാർട്ട് ടൈമായി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചു ആൻഡ് വിത്ത് യൂണിവേഴ്സിറ്റി റാങ്കോട് കൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആൾസോ റീസെൻ്റ്ലി വർക്കിങ്ങിനിടയിൽ തന്നെ ISTQB പോലുള്ളൊരു സർട്ടിഫിക്കേഷൻ ഞാൻ നേടിയിട്ടുണ്ട്. എല്ലാം ഇതിൽ പറയുന്ന മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ നേരത്തെ ഒന്നും പഠിക്കാതിരിക്കരുത്, പഠിത്തം നേരത്തെ തന്നെ തുടങ്ങുക. ബട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ട് എക്സാം വരുമ്പോൾ നേരത്തെ ഇരുന്ന് എല്ലാം പഠിച്ച് തീർക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾക്ക് ഈ ടിപ്സ് യൂസ് ചെയ്യും. ലെറ്റ്സ് സീ ദ പോയിൻറ്റ്സ്. ടിപ്പ് നമ്പർ 1, ഡിസ്കണക്ട് ഫ്രം സ്റ്റഡി അവേഴ്സ്. എത്ര സമയം നമ്മൾ പഠിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ബുക്ക് തുറന്നു വെച്ച സമയം തൊട്ട് അടച്ചു വയ്ക്കുന്ന സമയം വരെ കണക്കാക്കിയിട്ട് ആ ഒരു സമയമായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ മണിക്കൂറുകളോളം നമ്മൾ ബുക്ക് തുറന്നു വെച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ പഠിച്ചെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾക്ക് 2 രീതിയിൽ പഠിക്കാം. ഒരു പോയിൻ്റ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചില പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്ന് സ്വയം വിശ്വസിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കൺസെപ്റ്റ്സ് ഉറക്കെ പറഞ്ഞ് സമ്മറീസ് നോക്കിയിട്ട് ഏത് ഭാഗത്താണ് കൂടുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് നേരത്തെ കണ്ടെത്തി ആ പോർഷൻസ് മാത്രം പഠിക്കാം. 2 പേർ ഒരേ സമയം 5 മണിക്കൂർ പഠിച്ചെന്ന് കരുതുക. ഒരാൾക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, മറ്റൊരാൾക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാവും. എന്താണ് വ്യത്യാസം? സമയമല്ല, ടെക്നിക്കാണ് പ്രധാനം. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ 5 മണിക്കൂർ 10 മണിക്കൂർ 16 മണിക്കൂറൊക്കെ പഠിച്ചു എന്ന ഒരു വലിയ കാര്യമായിട്ട് പറയാതെ ഇന്ന് ഞാൻ എന്തെങ്കിലും പഠിച്ചോ എന്ന് സ്വയം ചോദിക്കുക. ടിപ്പ് നമ്പർ 2, റീഡ് ബാക്ക്വേർഡ്സ്. ഇതല്പം വീടായി തോന്നാമെങ്കിലും കേട്ടു നോക്കൂ. പരീക്ഷയ്ക്ക് പഠിക്കാൻ സമയം കുറവാണെങ്കിൽ ഒരു ചാപ്റ്റർ ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ വായിക്കുന്നത് മണ്ടത്തരമാണ്. പകരം അവസാനത്തിൽ നിന്ന് ആരംഭിക്കുക. ആദ്യം തന്നെ ആ ചാപ്റ്ററിൻ്റെ സമ്മറിയും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഹൈലൈറ്റഡായി വന്നിരിക്കുന്ന പോയിൻറ്റ്സും വായിക്കുക. അതിനുശേഷം ഹെഡിങ്സ്, ചാർട്ട്സ് എന്നിവ മൊത്തത്തിലൊന്ന് വായിച്ച് ഒരു ധാരണ നേടുക. എന്നിട്ട് ഒന്നുകൂടി വായിക്കൂ. ഇത്തവണ ഓരോ ചാപ്റ്ററിൻ്റെയും ആദ്യവും അവസാനമുള്ള പാരഗ്രാഫ് നന്നായി പഠിച്ച് വായിച്ച് നടുവിലെ ഭാഗം വായിച്ചു വിടുക. ഇതുവഴി പ്രധാന കൺസെപ്റ്റ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാകും വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം. അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്താൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടൊരു സ്ട്രക്ചേർഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകും. ടിപ്പ് നമ്പർ 3, ബാച്ച് യുവർ ടാസ്ക്. സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്നത് കണ്ടന്റ് സ്വിച്ചിങ് ആയിരുന്നു. അതായത് വായിക്കാനുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കില്ല നമുക്ക് പലപ്പോഴും എഴുതാനോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിനോ ഡെറിവേഷനോ ഒക്കെ വേണ്ടി വരുന്നത്. സോ ഒരു എക്സാമ്പിളിന് നിങ്ങളുടെ സബ്ജക്റ്റിൽ കുറച്ച് തിയറി വരുന്നുണ്ട്, ഡ്രോയിങ്സ് വരുന്നുണ്ട്, കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾക്ക് തിയറിയാണ് നോക്കാൻ ഇഷ്ടമെങ്കിൽ തിയറി തന്നെ ആദ്യം നോക്കുക വിത്ത് ടൈം ലിമിറ്റ്. അങ്ങനെ തിയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാ പ്രോബ്ലംസും ഒരുമിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാ ഡ്രോയിങ്സ് നോക്കുക. ഇങ്ങനെ ബാച്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ട്രാൻസിഷൻ്റെ ടൈം കുറച്ച് കൊണ്ടുവരാനാകും. ടിപ്പ് നമ്പർ 4, ഗിവ് യുവർ സെൽഫ് കൺസ്ട്രെയിൻസ്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പഠിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ കുറച്ച് സമയം മാത്രം കൊടുക്കുക എന്നതാണ്. ടൈം കൂടുന്തോറും നമുക്ക് വർക്ക് തീരാൻ എടുക്കുന്ന സമയം കൂടിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ ഒരു അസൈൻമെൻറ്റ് എഴുതി തീർക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ 3 ദിവസത്തിനകത്ത് തീർക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ 3 ഫുൾ ഡേയ്സും എടുത്തിരിക്കും ആ അസൈൻമെൻറ്റ് എഴുതി തീർക്കാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് തന്നെ വളരെ കുറച്ച് സമയം, അതായത് ഒരു 3 മണിക്കൂറിനുള്ളിൽ ആ അസൈൻമെൻറ്റ് എഴുതി തീർക്കണമെന്നാണ് നിങ്ങൾ സമയം കൊടുക്കുന്നതെങ്കിൽ ആ വർക്ക് ആ സമയത്തിനുള്ളിൽ തന്നെ തീർക്കാനും കഴിയും. സോ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഏത് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേയും ഒരു ടൈമർ വയ്ക്കുക. അതിനായി നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുക ഈ ചാപ്റ്റർ പഠിച്ച് തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധാരണ എത്ര സമയം വേണ്ടി വരുമെന്ന്. എന്നിട്ട് ആ സമയത്തിൽ നിന്ന് ഒരു 10 മുതൽ 20% വരെ സമയം കുറയ്ക്കുക. ഡെഡ് ലൈൻ അടുക്കും തോറും നിങ്ങൾ എഫിഷ്യൻ്റായി പഠിക്കുന്നത് കണ്ട് നിങ്ങൾ തന്നെ വണ്ടറടിക്കും, എനിക്ക് എന്തെങ്കിലും സൂപ്പർ പവർ കിട്ടിയോന്ന്. ടിപ്പ് നമ്പർ 5, ലിവറേജ് AI. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ISTQB എക്സാംസിനും അല്ലെങ്കിൽ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ അപ്ഗ്രേഡിനുള്ള എക്സാംസിനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് AI ടൂൾസ്. AI യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് ടോപ്പിക്സ് സമ്മറൈസ് ചെയ്ത് കിട്ടും. അതുപോലെ AI യൂസ് ചെയ്താൽ നമ്മുടെ നോട്ട്സിൽ നിന്ന് തന്നെ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ പഠിക്കാൻ നമുക്ക് കഴിയും. ഇടയ്ക്ക് വരുന്ന ഡൗട്ട്സൊക്കെ വേറെ എവിടെയെങ്കിലും റെഫർ ചെയ്ത് സമയം കളയാതെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാനാവും. സോ നിങ്ങൾ അത് ആൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ AI കുറച്ചുകൂടി നിങ്ങൾക്ക് എഫക്റ്റീവായി യൂസ് ചെയ്യാനാവും. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 2025 മാർച്ചിലാണ്. സോ നിങ്ങൾ തന്നെ എയോട് ചോദിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങളൊരു 4-5 മാസത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷമൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും AI. സോ നിങ്ങൾ എയോട് തന്നെ ചോദിക്കുക എന്നെ എങ്ങനെ കൂടുതൽ പഠിക്കാനായി ഹെൽപ്പ് ചെയ്യാമെന്ന്. സോ നിങ്ങളുടെ നെക്സ്റ്റ് എക്സാംസിന് നിങ്ങൾ ഈ 5 പോയിൻറ്റ്സും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ആഫ്റ്റർ യുവർ എക്സാം.
ഇതുപോലുള്ള കൂടുതൽ സ്റ്റഡി ടിപ്സിനായി എൻ്റെ വെബ്സൈറ്റിൽ കയറുക sagarmurali.com ആൻഡ് ജോയിൻ മൈ ന്യൂസ് ലെറ്റർ. താങ്ക്സ് ഫോർ വാച്ചിങ്.